ഈർപ്പത്തിന്റെ വിഷയങ്ങൾ അതുപോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. PVC മെറ്റീരിയലായതുകൊണ്ട് അത് ചതില് പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, ഫംഗസ് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. വീട് അടച്ചൊക്കെ പോകുന്ന സമയത്ത് ഫംഗസ് വരുന്ന വിഷയങ്ങളൊക്കെ ആ വിഷയങ്ങളൊന്നും വരില്ല. 10 വർഷത്തിനുള്ളിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും, നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഫ്രണ്ടിന്റെ പുതിയൊരു സംരംഭമാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഐഡിയാസ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് നമുക്ക് മാക്സിമം ക്വാളിറ്റിയിൽ, അതും ചെറിയ ബഡ്ജറ്റിൽ വീടിൻ്റെ ഇൻറ്റീരിയർ ആവട്ടെ, ഓഫീസ് ഇൻറ്റീരിയേഴ്സ് ആവട്ടെ, എല്ലാം നമുക്ക് നല്ല ബെസ്റ്റ് ആൻഡ് ബഡ്ജറ്റ് പ്രൈസിൽ അതും നമുക്ക് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ. പൊതുവെ നമ്മൾ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയറും അതേപോലെ തന്നെ നമുക്ക് കിച്ചൺ ഐറ്റംസ്, പാർട്ടീഷൻസ് എല്ലാം നമുക്ക് ഒരൊറ്റ സൊല്യൂഷനാണ്. നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് എങ്ങനെയെല്ലാം ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇത് ഹോൾസെയിൽ ആയിട്ടുള്ളവരും അതേപോലെ തന്നെ നമുക്ക് റീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് വളരെ ക്വാണ്ടിറ്റിയിൽ വളരെ മാക്സിമം നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ് ഒരു ഐറ്റമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അത് UPVC ഐറ്റാണ്. നമ്മുടെ കൂടെ റീറ്റെയിലേഴ്സുകളൊക്കെ ആയിട്ടുള്ളത് നൗഫൽക്കാണ്. നമ്മുടെ അടുത്ത് മെയിനായിട്ട് വരുന്നത് UPVC ലൂവേഴ്സ് ആണ്. UPVCയിൽ വരുന്ന കബോർഡ് ഐറ്റംസിന്റെ മെറ്റീരിയൽസ് ഉണ്ട്, അതേപോലെ തന്നെ സീലിംഗ് ഐറ്റംസ്, അങ്ങനെ അതുപോലെ ഡിസ്റ്റോൺ UPVC ഷീറ്റുകൾ, അതൊക്കെ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഐറ്റംസുകൾ അതൊക്കെയാണ്. മെയിൻലി നമ്മൾ ചെയ്യുന്നത് UPVCയുടെ ലൂവേഴ്സ് ആണ്. ലൂവേഴ്സിന്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. വാൾ പാനലിംഗ് ആണ് മെയിനായിട്ട് അതിൽ യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ സീലിംഗ് പർപ്പസിലേക്ക് യൂസ് ചെയ്യാം. പിന്നീട് ചെയ്യുന്നത് ഈ ഒരു ഐറ്റം തന്നെ നമുക്ക് വാൾ മെറ്റീരിയൽ വാളിൽ ഫിക്സ് ചെയ്യാം, അതുപോലെ തന്നെ വാൾ പാനലിംഗ് യൂസ് ചെയ്യാം. അതേ സെയിം സാധനം നമുക്ക് സീലിംഗ് ആയിട്ടും ഈ ഒരു ഐറ്റത്തിന്റെ പല സാധ്യതകളാണ് നമുക്ക്. അതെ അതെ അതെ. പിന്നെ ഇത് നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നില്ല. അതെ, വെയിറ്റ് കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് സാധാഗതിയിൽ വരുമ്പോൾ ലൂവേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈർപ്പത്തിന്റെ വിഷയങ്ങൾ അതുപോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കൊരു ഫൈബർ UPVC മെറ്റീരിയലായതുകൊണ്ട് അത് ചതില് പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, ഫംഗസ് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. പിന്നെ വാറണ്ടി മെറ്റീരിയൽസ് ആണ്. നമുക്ക് 10 വർഷം വാറണ്ടിയാണ് ഇപ്പൊ നമ്മൾ ഓൾറെഡി കൊടുക്കുന്നത്. ഇന്റീരിയർ മാത്രമാണ് നമ്മൾ, എക്സ്റ്റീരിയറിൽ വാറണ്ടി കാര്യങ്ങളൊന്നും ഇല്ല. എക്സ്റ്റീരിയറിൽ പക്ഷെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, സീലിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്, ട്രസ് റൂഫിന്റെ അടിയിലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്താണ്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഭാഗങ്ങളിലൊക്കെ ഓൾറെഡി നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു പ്രശ്നം ചെറിയ കളർ ഫെയ്ഡ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മെറ്റീരിയൽസ് കമ്പനി അല്ല, കളർ ഫെയ്ഡ് വരാൻ സാധ്യതയുണ്ട്. ബാക്കി എല്ലാത്തിനും നമുക്ക് ഗ്യാരണ്ടി. ഓക്കെ, ഇതിപ്പോ നമുക്ക് ഈ ഒരു പാനൽ വെച്ചിട്ട് ചെയ്തൊരു കൗണ്ടർ യൂണിറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു ഐറ്റത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ കർവ് ചെയ്തിട്ട് ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ലെങ്ത്തിലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ഒരു കർവിങ് വന്നിട്ടുണ്ട്. അതേ മെറ്റീരിയൽ തന്നെ മറ്റൊരു മോഡലിൽ അതിന്റെ റൗണ്ട് ചെയ്തിട്ട് പില്ലറൊക്കെ റൗണ്ട് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് ഇത് വരുന്നത് നമുക്ക് അല്ലെ. ഇനി അതേപോലെ തന്നെ നമുക്ക് ഒരു ഫുള്ളി ഈ ഒരു വാൾ പാനലിംഗില് നമുക്ക് ഇതൊരു കുറെ ഷെയ്ഡുകൾ ഉണ്ട്. ഒരു മാർബിൾ ഡിസൈൻസ് ആണ് വരുന്നത്. അതെ, മാർബിൾ ഡിസൈൻ ഡിസ്റ്റോൺ ആണ് ബ്രാൻഡിന്റെ പേര്. ഡിസ്റ്റോണിൽ ഒരുപാട് സ്റ്റോൺ ഡിസൈൻ വരുന്ന ടൈപ്പുകളാണ് വരുന്നത്. നമുക്ക് ഒത്തിരി നല്ല മോഡൽസുകൾ ഉണ്ട്. നാച്ചുറൽ ഒരു മാർബിളിന്റെ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. 8.4 സൈസ് ആണ് മെറ്റീരിയൽ. ഇത് ഡിസ്റ്റോണ ഷീറ്റ് വരുന്നത്. മറ്റേ വാൾ പാനൽ മെറ്റീരിയൽ വരുന്നതൊക്കെ 10 അടി ലെങ്ത് വരുന്നത്, അതേപോലെ 1 അടി കൊടുത്ത് 62 ഇപ്പോൾ ഓൾറെഡി വരുന്നത്. അതിന്റെ തന്നെ 4 ഇഞ്ച് 6 ഇഞ്ച് 8 ഇഞ്ച് ഇതെല്ലാം മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ വാൾ പാനലിൽ നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ഇതിപ്പോ നമുക്ക് നിലവിൽ കുറെ ഷോപ്പുകൾ നമ്മൾ കാണുന്ന ഒരു മോഡലാണ്. ഈ ഒരു ഐറ്റത്തിൽ വരുന്നുണ്ട്. അതിന്റെ വേറൊരു ഷെയ്ഡാണ് വരുന്നത്. ഇത് നമുക്ക് വേറൊരു മെറ്റീരിയൽ, അതിപ്പോ പുതിയതായിട്ട് ഇറങ്ങിയ ഒരു 1G എന്ന് പറയാം, ഫുൾ ഒറ്റ കളറിൽ വരുന്ന ജോയിന്റിൽ മാത്രം ഗ്രൂ വരുന്ന ടൈപ്പ് പുതിയ മോഡലാണ്. ഇതിന് ഒരുപാട് കളേഴ്സ് ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് വാൾ പാനലിംഗിൽ നമ്മൾ ആദ്യം കണ്ട പല മോഡൽസുകൾ ഉണ്ട്. ഇനി നമുക്ക് മറ്റൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് UPVC കബോർഡാണ്. UPVC കബോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ സ്ട്രെച്ച് നോക്കുമ്പോൾ ഒരു മൾട്ടിവുഡോ പ്ലൈവുഡ് വെച്ചിട്ട് മൈക്ക് ഒട്ടിച്ചൊരു പത്ത് തോന്നും. പക്ഷെ ഇത് നമുക്ക് UPVC വെച്ചിട്ട് ഡയറക്റ്റ് കട്ട് ചെയ്തതിനു ശേഷം നേരെ ഗ്രൂ അടിച്ച് അഡ്ജ്മെന്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഫിനിഷ് ആയി. അതിന്റെ മുകളിൽ പിന്നെ വേറെ വർക്കുകളൊന്നും ഇല്ല. ഇത് അതിന്റെ മറ്റു ഫിനിഷുകൾ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയ മോഡൽസുകളാണ്, ഒത്തിരി കളേഴ്സ് ഉണ്ട്. നമ്മൾ ഡിസ്പ്ലേ ഫുൾ വെച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു സാധനം നമ്മളത് മെറ്റീരിയൽ ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നതോടുകൂടി ഇതിന് എല്ലാ വർക്കും മറ്റേതാണ് നമ്മൾ ഗമ്മറ്റ് ഒട്ടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. നമുക്ക് അതിനേക്കാൾ ലോ കോസ്റ്റിൽ നമുക്ക് ഇത് ചെയ്യാം. നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വർക്ക് ഒരുപാട് നമുക്ക് കുറവായിരിക്കും. നമുക്ക് വർക്ക് കഴിഞ്ഞ്
ഫിനിഷ് ആവും. അതേപോലെ അതേപോലെ നമുക്ക് വേസ്റ്റുകളും കുറവാണ്, വേസ്റ്റേജ് കുറവായിരിക്കും. അത് പിന്നെ നമുക്ക് ഈ നനവത്തെ ഭാഗങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ വീട് അടച്ചൊക്കെ പോകുന്ന സമയത്ത് ഫംഗസ് വരുന്ന വിഷയങ്ങളൊക്കെ, ആ വിഷയങ്ങളൊന്നും വരില്ല, ഇതിന് വരില്ല. ഇനി ഇത് പക്ക നമുക്ക് വുഡൻ ഫിനിഷിലൊക്കെ ഉള്ള ഐറ്റംസ് ഒരുപാട് കളേഴ്സ് അതിലുണ്ട്. ഇത് നമുക്കൊരു വുഡൻ ഫിനിഷിൽ നമുക്ക് ചെയ്താണ് ഈ ഒരു സീറ്റിംഗ്. അതേപോലെ തന്നെ നമുക്ക് ഇതാണ് അതിന്റെ മറ്റൊരു മോഡലാണ്. അപ്പൊ ഇത് അതിന്റെ ഒരു പിന്നെ ടി വി യൂണിറ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വീട്ടിൽ പല സാധ്യതകളാണ് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട്. മെയിനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹോൾസെയിൽ ആണ് അല്ലേ? ഹോൾസെയിൽ ആണ്, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് മെറ്റീരിയൽ ചെയ്യുന്നത്. ഇതിൽ വർക്ക് ആവശ്യമുള്ള ആളുകൾക്ക് നമുക്ക് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതാണ് നമുക്ക് ഇതാണ് കബോർഡുകൾ, അലുമിനിയം വർക്കിനൊക്കെ ഇപ്പൊ നമുക്ക് ഇന്ന് റേറ്റുകൾ നോക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം അല്ലെ. 10,000 രൂപയുടെ ഡിഫറൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് ടേബിൾ കൗണ്ടർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതാണ് അത്യാവശ്യം നമുക്ക് ഇതില് നമുക്ക് എല്ലാം ആഡ് ഓൺ ചെയ്യാം. ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്യാൻ പറ്റും രൂപത്തിലുള്ള, ഇതേപോലെ നമുക്ക് ഏത് രൂപത്തിൽ ചെയ്യാൻ പറ്റും. കബോർഡ് താഴെ ഭാഗത്താണെങ്കിലും എല്ലാ ഐറ്റംസും ചെയ്യാം, സാധാ റോബർ ഐറ്റംസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് ഫിറ്റിംഗ്സും ഇതിന്റെ മുകളിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സാധ്യത നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു മെറ്റീരിയലിന് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഐഡിയാസിനനുസരിച്ച് നമുക്ക് ഇതൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മാക്സിമം ഇതില് അടുക്കളയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിപ്പോ വാൾ പാനിങ്ങിലൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് വെള്ളം ഈർപ്പത്തിന്റെ പ്രശ്നങ്ങൾ വരില്ല. ഈ മെറ്റീരിയൽ ടൈലിന് പകരം ഡയറക്റ്റ് ചുമല അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ റിമൂവ് ചെയ്യാം, അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം, നമുക്ക് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യുന്നതാണ്, നേരെ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമുക്ക് പിന്നെ നമ്മളെ ഇത് തേപ്പ് കഴിഞ്ഞാൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ പെയിന്റ് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഏത് രൂപത്തിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓരോ റൂമിനും ഓരോ ഡിസൈൻസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അടുക്കളയ്ക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ അതിനൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട്. ഇനി ഇതുകൊണ്ട് ചെയ്തൊരു വാർഡ്രോബ് ആണ് ഇതിലെ. വാർഡ്രോബ് നമുക്ക് ശരിക്കും മൾട്ടിവുഡിലൊക്കെ ചെയ്യുമ്പോൾ നല്ല കോസ്റ്റ് വരും. അത് അതിലേറെ നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാം, അതിലേറെ ലാസ്റ്റിംഗും കിട്ടില്ല. 10 വർഷം മിനിമം നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. 10 വർഷം നമ്മൾ മെറ്റീരിയൽസിന്റെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. 10 വർഷം ഇന്റീരിയറിലായതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. പിന്നെ കളർ ഫെഡിങ് കാര്യങ്ങൾ വരില്ല. പിന്നെ ഫോയിലിന്റെ പ്രശ്നങ്ങളൊന്നും വരുന്ന വിഷയങ്ങൾ വരാം. അതൊന്നും 10 വർഷത്തിനുള്ളിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇതില്. അപ്പൊ ഇത് നമുക്ക് ഒരു പുതിയ നിങ്ങളിപ്പോ എവിടേക്കാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്നത്? നമ്മളിപ്പോ മലപ്പുറം, കോഴിക്കോട്, വയനാടാണ് ഇപ്പോൾ ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. വർക്ക് സംബന്ധമായിട്ട് നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്താൽ നമുക്ക് വർക്കും ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ആളുകൾ ഇനി ഡിസ്ട്രിബ്യൂഷൻ മൊത്തത്തിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി ചെയ്യുന്ന 4 വർഷമായിട്ട് മെറ്റീരിയൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പുതിയ പുതിയ ഐറ്റംസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ ചെറിയൊരു ഷോറൂമിന്റെ ഇനാഗുറേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഷോറൂമാണ് ഓൾറെഡി നമ്മൾ വന്നിട്ട് ഒരു ഡിസ്പ്ലേ യൂണിറ്റ്. അപ്പൊ നമുക്ക് വന്നിട്ട് നമുക്ക് എങ്ങനെയൊക്കെ കാണാം ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഡോറുകൾ വരെ ചെയ്യുന്നുണ്ട് അല്ലെ. WPCന്റെ ഡോറ് കട്ടില ഐറ്റംസുകളാണ്. കട്ടിലും ഡോർ വരുന്നുണ്ട്, വിൻഡോ ഫ്രെയിം, വിൻഡോ ഷട്ടറും ഒക്കെ വരുന്നുണ്ട് ഇതിൽ വരുന്നുണ്ട്. അത് നമ്മൾ പെയിന്റ് ചെയ്തിട്ട് ഇപ്പൊ സെറ്റ് ആക്കിയതാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അതുകൊണ്ട് നമുക്കൊരു ടേബിള് അല്ലേ, ഒരു റൗണ്ട് ടേബിൾ അതേ മെറ്റീരിയൽ തന്നെയാണ്. ഷീറ്റ് വെച്ചിട്ട് UPVCന്റെ ഫ്രെയിം വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റം ചെയ്തിട്ട് ഈ ഒരു മെറ്റീരിയലിന് യൂസ് ചെയ്യാന്നുള്ളതാണ് അവിടെ ഒരു അട്രാക്ഷൻ. അപ്പൊ നമുക്ക് ഒരു ഡിസ്പ്ലേ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഉണ്ട് അല്ലെ? എന്നാണ് നമുക്ക് വരുന്ന സൺഡേ 10 മണിക്കാണ് ഓൾറെഡി ഉദ്ഘാടനം നമ്മൾ വെച്ചിട്ടുള്ളത്. 10 മണിയാകുമ്പോൾ നമ്മള് ചെറിയ രൂപത്തിലുള്ള ഇനാഗുറേഷനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാം, പരിപാടിയൊക്കെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ മെറ്റീരിയൽസ് എങ്ങനെ നമുക്ക് ചെയ്യാം, അതിൻ്റെ സാധ്യതകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മെയിൻ ആളുകളെല്ലാം വരുന്നുണ്ട് അല്ല, നമുക്ക് മെയിൻ ഹെഡുകൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എല്ലാ സംശയങ്ങളൊക്കെ ലൊക്കേഷൻ വരുന്നത് രാമനാട്ടുകര പാറമ്പൽ റോഡിലാണ് വരുന്നത്. നമ്മളെ പുതിയ ഹൈവേന്റെ ബാക്ക് സൈഡിലുള്ള ഒരു സർവീസ് റോഡിന് തൊട്ടടുത്ത് തന്നെ വരുന്നത് സമാന്തരമായിട്ടുള്ള റോഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലൊക്കേഷനും കാര്യങ്ങൾക്കും ഡീറ്റെയിൽസിനൊക്കെ നമ്മൾ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ച 10 മണിക്ക്. 10 മണിക്കാണ് ഡേറ്റ്. ഇപ്പോൾ നമുക്ക് വരുന്നത് 12-ാം തീയതി 10 മണിക്കാണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഷോറൂമിന്റെ പിന്നെ ഉദ്ഘാടനം വരുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഓൺഗോയിങ് ആണ്. അപ്പോൾ അതിലേക്കൊരു ഡിസ്പ്ലേ യൂണിറ്റിന്റെ ഒരു ഉദ്ഘാടനം മാത്രമാണ്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഓൾറെഡി ഇവർ ഫീൽഡിലുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് ഇന്റീരിയർ വർക്ക്സും ഏത് വർക്കുകളും ആണെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് മെറ്റീരിയൽസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഡിസ്പ്ലേ യൂണിറ്റ് കാണാനും അത് ഒരു ക്ഷണമായിട്ട് കരുതുക അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു 12-ാം തീയതി നടക്കുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ക്ഷണം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഇത് കാണാനും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വരുന്ന 12-ാം തീയതി ഈ രാമനാട്ടുകര പാറമ്പൽ റോഡിലുള്ള ഈ ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിൽ നിങ്ങളെ ഇതിൻ്റെ കൂടായിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇതുപോലെ നിങ്ങളുടെ സാധ്യതകളും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഉള്ള മറുപടി കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതാണ്. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് ആൻഡ് നൗഫൽ സൈനിങ് ഓഫ്.